നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കേര മീൻ അച്ചാറാണ്. 2 കിലോ കേര എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസുകളായിട്ട് ഇതേ വലുപ്പത്തിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് എല്ലാം കൂടെ മസാലകളെല്ലാം ഒന്ന് പെരട്ടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എരിവുള്ള 2 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ വിനാഗിരി, ഒരു വലിയ സ്പൂൺ വിനാഗിരിയാണ് നമ്മൾ ചേർത്ത്. ഇതെല്ലാം കൂടെ എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ നമ്മൾ കൈകൊണ്ട് മീൻ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ പെരിഞ്ജീരകം നമ്മൾ പെരിഞ്ജീരകം ചേർക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അതെല്ലാവരും ചേർക്കില്ല. പെരിഞ്ജീരകം കൂടെ ചേർത്ത്, പെരിഞ്ജീരകവും കുരുമുളക് പൊടിയും പൊടിച്ചത് ചേർത്ത് നമ്മൾ ഇതേപോലെ ഉപ്പും മഞ്ഞളും മുളക് പൊടിയും കൂടെ പുരട്ടി വെക്കുക. ഒരു ലേശം വിനാഗിരിയോ നാരങ്ങ നീരോ പുരട്ടി വെക്കുമ്പോൾ നമ്മുടെ നന്നായിട്ടിത് സോഫ്റ്റായി വരികയും ചെയ്യും. കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കേര ഇതേപോലെ നല്ല മാംസളമായ ഭാഗമുള്ള മീനായിരിക്കും കൂടുതൽ. അല്ലാതെ മത്തിയൊക്കെ അച്ചാറിടാം, എങ്കിൽ ഇതൊക്കെ ആയിരിക്കും ഏറ്റവും നല്ലത് അച്ചാറിടാനായിട്ട്. പിന്നെ നമുക്കിതൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. മണിക്കൂർ കഴിഞ്ഞു തയ്യാറാക്കാം. വളരെ നാൾ കേടുകൂടാതിരിക്കുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. അച്ചാർ തയ്യാറാക്കുന്നത് വലിയ ഒരു ഉരുളിയിലാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നല്ലെണ്ണയിൽ തന്നെ അച്ചാർ തയ്യാറാക്കുക. വെളിച്ചെണ്ണയിലേക്ക് തയ്യാറാക്കുകയാണെങ്കിൽ അധികം നാൾ നമുക്ക് ഇരിക്കില്ല, അച്ചാർ പൂത്തു പോകും. അതുകൊണ്ടാണ് 400 ഗ്രാം നല്ലെണ്ണയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നല്ലെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ആദ്യമേ വെളുത്തുള്ളി, കുറച്ച് കാന്താരി, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാന്താരിയാണ്. കാന്താരി ഇതെല്ലാം കൂടെ ആദ്യമേ നമുക്കൊന്ന് വറുത്ത് കോരി വയ്ക്കാം. അതേ എണ്ണയിൽ തന്നെ വേണം നമുക്ക് മീനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. $50 ഗ്രാം ഇഞ്ചിയുണ്ട്, അത് ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുത്താണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില, ഇതെല്ലാം കൂടെ മൂപ്പിച്ച് കോരിയെടുക്കണം. നാടൻ കറിവേപ്പിലയാണ്, ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. അച്ചാറുകൾ തയ്യാറാക്കുമ്പോൾ ഒട്ടും ജലാംശം ഉണ്ടാകരുത്. ജലാംശം ഉണ്ടാകാത്ത രീതി നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതെല്ലാം ഒന്ന് കോരി മാറ്റാം. എല്ലാം വറുത്ത് കോരി മാറ്റി വെച്ച് അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് മീനിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് പ്രാവശ്യമായിട്ടിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഒഴിച്ച എണ്ണ അത്രയും എണ്ണ മതി. ആ എണ്ണയിൽ തന്നെ നമുക്കിത് വറുത്തെടുക്കാം. പോരെങ്കിൽ മാത്രം ലാസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഈ വറുത്തെടുക്കുന്ന എണ്ണ വേസ്റ്റായി പോകും. അതുകൊണ്ട് നമ്മൾ ഇത്ര എണ്ണയിൽ തന്നെയാണ് ഇതെല്ലാം വറുത്തെടുക്കാൻ പോകുന്നത്. മീൻ നന്നായിട്ട് മൊരിഞ്ഞു വരണം. മീനിലെ ജലാംശം എല്ലാം വലിഞ്ഞു തീരണം, അല്ലെങ്കിൽ അച്ചാർ കേടായി പോകും. അപ്പം മീൻ മൊരിയുന്നതനുസരിച്ച് പീസുകൾ ചെറുതായിക്കൊണ്ടേയിരിക്കും. നമ്മൾ ആദ്യം ഇട്ടതിൽ ചെറുതായില്ലേ ഇപ്പം. മീനെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ബാക്കിയുള്ള മീൻ നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടാകുന്നുണ്ട്. ലേശം ഉലുവ ഇട്ട് കൊടുക്കുക. അപ്പം കടുക് കൂടെ ചേർത്ത് കൊടുക്കാം.
ഉലുവയും കടുകും പൊട്ടുന്നിട്ടുണ്ട്. ലേശം വേപ്പിലേക്ക് കൊടുക്കുക. ലോ ഫ്ലെയിമിലാക്കി വെച്ചുകൊണ്ട് ഒരു 6 സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ലോയിൽ തീരെ സ്ലോ ആക്കി വയ്ക്കുക. വറുത്ത് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി ചേർത്ത് കൊടുക്കുക. വറുത്ത് വെച്ച മീനും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ചാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ കടുകും 1/2 സ്പൂൺ ഉലുവയും കൂടെ പൊടിച്ചെടുത്തതാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് ഒരു സ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് കായ മറ്റുള്ള അച്ചാറിന് ചേർക്കുന്നത്രയും വേണ്ട, മീൻ അച്ചാറിന് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നാടൻ വിനാഗിരിയാണ്. നമ്മൾ 1 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. നാടൻ വിനാഗിരി ആകുമ്പോൾ നല്ല പുളി ഉണ്ടാവും, അതുകൊണ്ടാണ് നമ്മൾ അത്രയും ചേർത്ത് കൊടുത്തത്. കടയിൽ നിന്ന് വാങ്ങിക്കാൻ സിന്തറ്റിക് ആണെങ്കിൽ ഒരു 500 ഗ്രാം വിനാഗിരിയോളം നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അതാകുമ്പോൾ അധികം പുളിയില്ല, ജലാംശവും ഉണ്ടാവും. ഇനി നമുക്ക് ഈ അച്ചാറിന് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഗ്രേവി ആക്കി വയ്ക്കാം. വിനാഗിരി ഒഴിച്ചപ്പോൾ ഇത്രയേ ഉള്ളൂ. വിനാഗിരി ഇതെല്ലാം ആഗിരണം ചെയ്തത് ഉണങ്ങിയത് കണക്കിരിക്കും. അപ്പോൾ അത് പോരാ, നമുക്ക് ഇച്ചിരി ഗ്രേവി വേണം. അതിന് നമ്മൾ വെള്ളം തിളപ്പിച്ച് ആറാൻ വെച്ചിട്ടുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഒന്നുകൂടെ എല്ലാം കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഇവയുടെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് പോരെങ്കിൽ ഇപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ലേശം ഉപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പുളി കുറവാണ്, നമുക്ക് 1 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് വിനാഗിരി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇരിക്കും തോറും ഇതിനകത്തേക്ക് പുളി കയറി പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിനാഗിരി കൂടുതലായി ചേർക്കുന്നത്. വിനാഗിരി ഉപ്പും ചേർത്തെങ്കിൽ മാത്രമേ അച്ചാർ കേടുകൂടാതെ കുറേ നാളുകൾ ഇരിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇനി നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് തിളച്ച് മിക്സായി വരണം. അപ്പോൾ നമ്മൾ ഇത്രയും ഗ്രേവിയോട് കൂടി തന്നെയാണ് ഫ്ലെയിം ഓഫാക്കി വെക്കുകയാണ്. മീനിലേക്ക് ഈ ഗ്രേവി എല്ലാം ചേർന്ന് പിടിച്ചു വരുമ്പോൾ ഒന്നുകൂടി വറ്റി വരണ്ടിരിക്കും. ഇതേ പരുവാകുമ്പോൾ നമ്മൾ ഓഫാക്കണം. കണ്ടില്ലേ, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേരമീൻ അച്ചാർ റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യുക. ഇനി ഇതേപോലെ നല്ല വീഡിയോകളുമായി നമുക്ക് കാണാം. താങ്ക്